ചോറുണ്ണാൻ ഈ ഒരു മീൻകറി മാത്രം മതിയാകും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി പല സ്ഥലത്തായിട്ട് പല രീതിയിലായിട്ട് മീൻകറി തയ്യാറാക്കാറുണ്ടല്ലോ. തേങ്ങ അരയ്ക്കാതെ എരിവ് കൂടുതലാകാതെ പാകത്തിന് കുറുകിയ ചാറോടുകൂടി ഞാൻ ചെയ്തെടുക്കുന്ന രീതിയാണിത്. ഇങ്ങനെ ചെയ്ത് കിട്ടാൻ വേണ്ടി ഞാൻ എടുക്കുന്ന പൊടിയുടെ അളവ്, മീനിൻ്റെ അളവ്, ഇഞ്ചി വെളുത്തുള്ളി വെള്ളത്തിൻ്റെ എല്ലാ അളവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ പൊടികൾ അളന്ന് മാറ്റി വയ്ക്കണം. ഞാൻ ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുക. അതേ സ്പൂണിന് തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയൂടെ ചേർക്കുകയാണ്. അപ്പം നല്ല കളറും കിട്ടും, കൊഴുപ്പും കിട്ടും. ഇനി അതേ സ്പൂൺ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയൂടെ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ചേർക്കുന്ന കാരണം പെട്ടെന്നൊന്നും ഈ മീൻ കറി കേടായൊന്നും പോകത്തില്ല. ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചേർക്കുക. ഇഞ്ചിയുടെ കൂടെ തന്നെ വെളുത്തുള്ളി ചേർക്കണം. ചതച്ച് ചേർക്കുക. ഒരു 20 അല്ലെ 22 എണ്ണം എടുക്കാവുന്നതാണ്, മീഡിയം സൈസ് വെളുത്തുള്ളി. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നല്ലവണ്ണം ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കണം. നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരും, അതുവരെ ഇളക്കി കൊടുക്കണം, വഴറ്റിയെടുക്കണം. ആ വെളുത്തുള്ളിയിലെ ജലാംശമൊക്കെ കുറച്ചൊന്ന് കുറയുമ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകാനായിട്ട് തുടങ്ങും. ഒത്തിരി ബ്രൗൺ ആക്കി എടുക്കുകയും ചെയ്യരുത്. ഇഞ്ചി വെളുത്തുള്ളി പാകത്തിന് മൂപ്പിക്കാതെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ കറിക്കൊരു ചെറിയ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. അതായത് ബ്രൗൺ ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തീയപ്പം നല്ലവണ്ണം കുറച്ച് വെക്കുക, ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. തീ നല്ലവണ്ണം കുറഞ്ഞു തന്നെ ഇരുന്നോട്ടെ. ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് എണ്ണയിലോട്ട് പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതേ കുറഞ്ഞ തീ തന്നെ ഇനി എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ചേർക്കുക. നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. പൊടി ഒട്ടും കരിഞ്ഞു പോരുത്. ഇവിടെയും നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാനിവിടെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം പുതുതായിട്ട് കുക്കിങ്ങിലോട്ട് താല്പര്യത്തോടെ വരുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ ചെയ്യാൻ കൂടിയാണ്. ആദ്യമേ പൊടി എടുത്ത് മാറ്റി വെച്ചില്ലേ, അതോടൊപ്പം തന്നെ ഇതിന് പാകത്തിനുള്ള വെള്ളവും എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം ചട്ടിയെ അടുപ്പത്ത് വെക്കാനായിട്ട്. കാരണം ഇഞ്ചി വെളുത്തുള്ളി മൂത്ത ഉടനെ തന്നെ പൊടിയിടുക. പെട്ടെന്ന് തന്നെ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് മൂത്ത ഉടനെ തന്നെ വെള്ളം ഒഴിക്കണം. വെള്ളത്തിന് വേണ്ടി ആ സമയത്ത് മാറിപ്പോകരുത്, അതുകൊണ്ടാണ്. ഇനി ഇത് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടി തീ ഒട്ടും കൂട്ടി കൊടുക്കരുത്. ഏകദേശം 25-30 സെക്കൻഡ് നേരത്തോളം ആയിട്ടുണ്ട്. നല്ലവണ്ണം ഇത് മൂത്ത് വന്നു എന്ന് എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ പൊടികൾ മൂത്ത ഒരു മണം വരും. കൂടാതെ തന്നെ ചട്ടി നല്ലവണ്ണം ചൂടായിട്ട് ചെറുതായിട്ടൊരു പുക പോലെ വരുവേ. ഒത്തിരി പുകയല്ല, കരിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയായി, ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. പൊടി മൂത്തിട്ടുണ്ട്. ഉടനെ തന്നെ വെള്ളം ഒഴിക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ എടുക്കുന്ന മീനിൻ്റെ അളവനുസരിച്ചാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച കുടംപുളി ചേർത്തിട്ടുണ്ട്, ഒരു 4 പീസ്. ഇനി ഉപ്പ് ചേർക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയൂടെ ചേർക്കുക. വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് തിളച്ചിട്ടാണ് ഞാൻ മീൻ ചേർക്കുന്നത്. മൂടി വയ്ക്കാം, നല്ലവണ്ണം ഒന്ന് വെട്ടി തിളയ്ക്കട്ടെ. വെട്ടി തിളച്ച ഉടനെ തന്നെ തുറക്കുക, വറ്റിപ്പോകരുത്. ഇനി ഇതിലോട്ട് വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവായുടെ പൊടി ഇത്രയും ചേർക്കാവൂ, ഒരുപാടാകരുത്, കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. ഉലുവപ്പൊടി ചേർത്ത ഉടനെ തന്നെ ഇനി മീൻ കഷ്ണങ്ങൾ ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂരയാണ് എടുത്തിരിക്കുന്നത്. ഈ എടുത്തിരിക്കുന്ന അളവ് 3/4 കിലോ എടുത്തിട്ടുണ്ട്, 750 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി കഷ്ണങ്ങളൊക്കെ പെറുക്കിയിടാം. ഞാൻ ഈ എടുത്തിരിക്കുന്ന പൊടിയുടെ അളവനുസരിച്ച് 750 മുതൽ 850 വരെ, അതായത് ഒരു 100 ഗ്രാം കൂടെ കൂടുതലായിട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്താൽ കൊഴുത്ത ചാറോടുകൂടി പാകത്തിന് കിട്ടും. ഇതേത് മീനിലും ഈ ഒരളവിൽ ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ദശക്കട്ടിയുള്ള മീനാണ്. ഈ ദശ ഇങ്ങനെ സ്പോഞ്ച് പോലുള്ള
മീനുകളുണ്ടല്ലോ, കിളിമീൻ പോലുള്ള മീനാണെന്നുണ്ടെങ്കിൽ ചാറ്, അതായത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അല്പം വെള്ളം കുറച്ചൊഴിച്ചാൽ മതിയാവും. അത് ഒന്നുകൂടി പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ പിന്നെ ചാറ് വറ്റിക്കാൻ വേണ്ടി ഒരുപാട് നേരം തിളയ്ക്കുമ്പോഴത്തേൻ്റെ അതിൻ്റെ ദശ പൊടിയും. അതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കുറച്ചൊഴിച്ചാൽ മതിയായിരിക്കും. അതായത് കിളിമീനോ അങ്ങനെ ദശ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന മീനാണെങ്കിൽ. കഷ്ണങ്ങളെല്ലാം പെറുക്കി ഇട്ട ഉടനെ തന്നെ ചെയ്യേണ്ടത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം ഒരു 5 മിനിറ്റ് നേരമെങ്കിലും വെട്ടി തിളപ്പിക്കാനായിട്ട് വിടണം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ച് വിട്ടാൽ മാത്രം മതിയാകും. തവിയിട്ടിങ്ങനെ കുത്തി ഇളക്കണ്ട. ഈ ഒരളവിന് ഒരു 5 മിനിറ്റോളം ഇത് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി തീ അല്പം കുറച്ച് കൊടുക്കണം. ബാക്കി ഇനി വറ്റി വരാനുണ്ട്. ഈ സമയത്ത് ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഉപ്പ് പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പോരെങ്കിൽ ഉപ്പ് ചേർക്കുക. തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മാത്രം മതിയാകും. ഒരു 15 മിനിറ്റിനുള്ളിൽ കറി റെഡിയാകും. ഈ ഒരളവിൽ കറി ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഓഫ് ചെയ്യുന്നതിന് ഒരു 2 മിനിറ്റ് മുന്നായിട്ട് കുറച്ചേറെ നല്ല വെള്ളമയമില്ലാത്ത കറിവേപ്പില കുറച്ചേറെ ഇടുക. താല്പര്യമുണ്ടെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് വിടുക. ഒരു 2 മിനിറ്റ് കൂടി ഇരുന്നാൽ മതിയാകും. ഞാൻ ആദ്യം ഒരു 5 മിനിറ്റ് നല്ലവണ്ണം വെട്ടി തിളച്ചതിന് ശേഷം നല്ലവണ്ണം മൂടി വെച്ച് തിളപ്പിക്കരുത്. ഞാൻ കുറച്ച് തുറന്നു വെച്ചാണ് പിന്നീട് തിളപ്പിക്കുന്നത്. കാരണം അടപ്പ് പാത്രത്തിലോട്ട് ആവി തട്ടിയിട്ട് ഇതിനകത്തോട്ട് വീണ്ടും ആവി വെള്ളം വീഴും. അപ്പം നമുക്ക് 2-3 ദിവസത്തേനൊക്കെ വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അത് കേടാകാതെ ഇരിക്കണം. ഇതിൻ്റെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ആറാൻ വേണ്ടി ഇതുപോലെ പാതി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്, ആവി തട്ടി വീഴാതിരിക്കാൻ വേണ്ടി. അറിയാമല്ലോ, തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ലവണ്ണം കുറുകി വരും. എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞ് നല്ല ഡാർക്ക് കളറാകുകയും ചെയ്യും. ദശ കട്ടിയുള്ള മീൻ, ദശ സോഫ്റ്റായിട്ടുള്ള മീനായാലും ഏത് മീനിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ആദ്യമായിട്ട് മീൻ മുളകിട്ട കറി വെക്കാൻ താല്പര്യമുള്ളവർക്കാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.